ഇങ്ങനെ തിളച്ചുമറിയുന്ന ഭൗതിക അതുപോലെ സാമൂഹിക രംഗത്തിന്റെ ഇടയിലാണോ ഞാനും നിങ്ങളും ന്യൂ ജനറേഷൻ തിരുത്തെഴുതുന്നു എന്ന പ്രമേയവുമായി ഇവിടെ ഒരുമിച്ച് കൂടിയത്? ന്യൂ ജനറേഷൻ എന്ന പദം ഡിക്ഷണറിയിൽ ഇന്നലെ പൊട്ടിമുളച്ചതല്ല എന്ന് ആദ്യമായി നാം മനസ്സിലാക്കണം. എല്ലാ കാലഘട്ടത്തിലും ഓരോന്ന് കഴിയുമ്പോൾ പുതിയത് വരുന്നു. അതിനെ പുതിയ തലമുറ എന്ന് പറയുന്നു. അതിനെ പാശ്ചാത്യവൽക്കരിച്ച് പറയുമ്പോൾ ന്യൂ ജനറേഷൻ എന്ന് ഇംഗ്ലീഷിൽ നാം സംസാരിക്കുന്നു. ഈ ജനറേഷന് ലോകത്തോട് പറയാനുള്ളത് എന്താണ് എന്നത് മാത്രമാണ് നമുക്ക് ചർച്ച ചെയ്ത് അവസാനിപ്പിക്കാനുള്ളത്. കാരണം എന്റെ 2003 ശേഷമുള്ള ഒരു വിപ്ലവം, 21ാം നൂറ്റാണ്ടിലുണ്ടായ വിപ്ലവം, ആ വിപ്ലവത്തിലുണ്ടായ കുതിച്ചുചാട്ടം കമ്മ്യൂണിക്കേഷന്റെ കുതിച്ചുചാട്ടമാണ്. അതിനു മുമ്പ് കത്തെഴുതിയിരുന്നവർക്ക് ഇന്ന് കത്തിനെ കുറിച്ച് അറിയില്ല, അതിന്റെ ഔപചാരികതയെ കുറിച്ച് അറിയില്ല. ഇവിടെ ക്ലാപ്പനയിലുള്ള മദ്രസയിൽ കുറച്ചു കാലം മുമ്പ് പോയിരുന്ന വിദ്യാർത്ഥികളുടെ മനോനിലയും മനോ അവസ്ഥയും അവരുടെ കോലവും മട്ടവുമല്ല ഇന്ന് മദ്രസയിലേക്ക് പോകുന്ന മക്കൾ, ഇന്ന് സ്കൂളിലേക്ക് പോകുന്ന മക്കൾ. നേരത്തെയുള്ള മക്കൾ അരിയും കൂട്ടാനും കഴിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ടാബ്ലറ്റുകളിൽ ഏറ്റവും പുതിയ ഗെയിംസുകൾ പരതിക്കൊണ്ടിരിക്കുകയാണ്. 2 ദിവസം മുമ്പ് ഒരു ചെറിയ 7ാം ക്ലാസ്സുകാരനെ കണ്ടപ്പോൾ, എന്റെ കയ്യിലിരിക്കുന്ന ഒരു ചെറിയ ടാബ്ലറ്റ് കണ്ടപ്പോൾ, ഒരേ സമയം വൈഫൈ സംവിധാനത്തിലൂടെ 3 ആളുകൾക്ക് കളിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഗെയിംസുകൾ ഇന്ന് അവൈലബിൾ ആണ് എന്ന് ആ 7ാം ക്ലാസ്സുകാരന്റെ നാക്കിൽ നിന്ന് കേൾക്കാനിടയായി. അപ്പോൾ നമുക്ക് നമ്മുടെ വാപ്പമാരും അല്ലെങ്കിൽ നമ്മൾ തന്നെ കേൾക്കാത്ത കാണാത്ത ഒരു ലോകത്തിലൂടെയാണോ പുതിയ സമൂഹം, പുതിയ സമുദായം, പുതിയ ജനത, പുതിയ ചെറുപ്പക്കാർ, പുതിയ ചെറുപ്പക്കാരികൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതോ? എന്നാൽ ഈ പുതിയ ആളുകൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പഴയ ആളുകൾ ഇതിലൂടെയൊന്നും സഞ്ചരിക്കുന്നില്ലേ എന്ന ചോദ്യത്തിന് തക്കതായ മറുപടിയുണ്ട്. ഈ പഴയ ആളുകളും പുതിയ ജനറേഷനിൽ തന്നെയാണ് നിൽക്കുന്നത്. ഈ പഴയ ആളുകളും പുതിയ ജനറേഷനിൽ നിന്നുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. കാരണം ഇവിടെ ജനിച്ച് ഈ കോലത്തിലെത്തിയ കുട്ടികൾ ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞ് പാർശ്വവൽക്കരിക്കുകയും മാറ്റി നിർത്തുകയും ഒരു സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു പുതിയ സമൂഹം എന്ന് പറഞ്ഞ് അവരെ തിരസ്കരിക്കുകയും ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഈ 3/4 ധരിച്ചുകൊണ്ട് തെക്ക് വടക്ക് നടക്കുന്ന അവന്റെ ശരീരത്ത്, അവന്റെ നെഞ്ചത്ത് മോൺസ്റ്റർ എന്ന് എഴുതി വെക്കുന്ന മോൺസ്റ്റർ എന്ന പദത്തിന്റെ അർത്ഥം ഡിക്ഷണറിയിൽ പരിശോധിച്ചാൽ കാട്ടാളനെന്നോ മറ്റോ നമുക്കൊരു നികൃഷ്ടമായ ചെകുത്താനെന്നോ കേൾക്കാം. സ്വന്തം ഞാനൊരു ചെകുത്താനാണെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് തേരാപ്പാര തെക്ക് വടക്ക് നടക്കുന്ന ചെറുപ്പക്കാരെ മാത്രമല്ല ന്യൂ ജനറേഷൻ ജ്വരം കടന്നു പിടിച്ചിരിക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ വാപ്പയെ ന്യൂ ജനറേഷൻ ജ്വരം കടന്നു പിടിച്ചിട്ടുണ്ട്, നമ്മുടെ ഉമ്മയെ കടന്നു പിടിച്ചിട്ടുണ്ട്, സഹോദരിയെ കടന്നു പിടിച്ചിട്ടുണ്ട്. സമൂഹത്തിന്റെ നാനാതുറകളിലുമുള്ള സർവ്വയാളുകളെയും ന്യൂ ജനറേഷൻ കടന്നു പിടിച്ചിട്ടുണ്ട്. എന്തേ കാരണം? അവരെ അഴിച്ചുവിടുമ്പോൾ, അവർക്ക് വേണ്ടത് വാങ്ങിക്കൊടുക്കുമ്പോൾ, ഓ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാര് ചിന്തിക്കേണ്ടതുണ്ട്. 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിക്കുന്ന എന്റെയും നിങ്ങളുടെയും വീട്ടിലുള്ള പൊന്നുമക്കൾ ഇവരുടെ കയ്യിലിരിക്കുന്ന ആൻഡ്രോയിഡ് ഫോണിലേക്ക് അവർ റീചാർജ് ചെയ്യുന്നുണ്ട്. നെറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി, പരസ്പരം കമ്മ്യൂണിക്കേഷന് വേണ്ടി, അവരെ സംസാരിക്കുവാൻ വേണ്ടി അവര് റീചാർജ് ചെയ്യുമ്പോൾ എവിടെ നിന്നവർക്ക് പണം കിട്ടുന്നു എന്ന് ചിന്തിക്കുവാനും ഇവരുടെ സോഴ്സ് അന്വേഷിക്കുവാനും ഇന്നത്തെ ഉപ്പയും ഉമ്മയും തയ്യാറാകാതെ ഇരിക്കുന്നിടത്താണ് അവരുടെ ന്യൂ ജനറേഷൻ ട്രെൻഡ് പിടിച്ചു പറ്റുകയോ നമ്മുടെ മക്കൾ വഴിതെറ്റിപ്പോവുകയില്ല എന്നും തെറ്റിപ്പോയാലും തിരിച്ചു വരാനുള്ള തന്റെ ഇടം അവന് ഉണ്ട് എന്നുമുള്ള ഓവർ കോൺഫിഡൻസ് ആണ് നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് മക്കൾ അകന്നു പോവുകയോ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുകയും ചെയ്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിന് തട്ടായി തിരിക്കുന്ന പ്രവണതയുണ്ടാവുകയോ നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ വീടുകളിലും നമ്മുടെ സമൂഹങ്ങളിലും പള്ളികളിലും മദ്രസകളിലും പള്ളിക്കൂടങ്ങളിലും സർവ്വസ്ഥലങ്ങളിലും ഓ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ചെറുപ്പക്കാര് പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് പോകുന്നതോ?
ഇമിറ്റേഷന് അവർക്ക്, കൊരങ്ങന്റെ സ്വഭാവമാണ് അവർക്ക്. ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുവെങ്കിൽ അതുപോലെ അവർ അനുകരിക്കാൻ ശ്രമിക്കുന്നു. ഇവിടെ ഒരു സിനിമ ഇറങ്ങിയപ്പോൾ ആ സിനിമയിൽ താടി വെച്ചതുപോലെ ഇവിടുത്തെ ചെറുപ്പക്കാരൻ താടി വെച്ചപ്പോ അവന്റെ വാപ്പയ്ക്ക് അവനോട് ചോദിക്കാൻ കഴിഞ്ഞില്ല, മോനെ നീ ഇതുവരെയില്ലാത്ത ഒരു പതിവ് എന്തിനാണ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ അവൻ മറുപടി പറയുന്നുവെങ്കിൽ, മോനെ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്താണെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള തന്റെ ഇടമില്ലാത്ത നട്ടലില്ലാത്ത ഒരു ഉപ്പമാര് നമ്മുടെ സമുദായത്തിലേക്ക് വന്നപ്പോൾ, അല്ലെങ്കിൽ അവരുടെ മനസ്ഥിതി അങ്ങനെ മാറിയപ്പോൾ, ഇന്നലെ മലപ്പുറം ജില്ലയിലെ ഒരു സ്ഥലത്ത്, വേങ്ങര എന്ന സ്ഥലത്ത് കല്യാണ വീട് തലേ ദിവസം ഒന്ന് പോയപ്പോ അവിടുത്തെ ഉപ്പ പറഞ്ഞത്, നമ്മളെ മക്കളെ ഒന്നും നമ്മൾ പിടിച്ചാൽ കിട്ടൂല എന്നാണ്. ഓ പ്രിയപ്പെട്ടവരെ, ന്യൂ ജനറേഷനെ ഇങ്ങനെ അടിച്ചുവിടുന്നതിന്റെ പിന്നിൽ നമുക്കുമുണ്ട് കാര്യം. എന്നാൽ ചെറുപ്പക്കാർ മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. SSFകാരൻ ഇവിടെ ന്യൂ ജനറേഷൻ തിരുത്തെഴുതുന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു സംഘം, ഇവിടെ ഒരു സംഘടന, ഇവിടെ ഒരു പ്രസ്ഥാനം ഇങ്ങനെ ഒരു സമ്മേളനം സംഘടിപ്പിക്കുമ്പോൾ SSFകാരൻ ധാർമ്മിക വിപ്ലവം സിന്ദാബാദ് എന്ന് പറഞ്ഞ SSFകാരന്റെ പാന്റിന്റെ അടിയിലെ അണ്ടർവെയർ കാണിച്ചുകൊണ്ട് നടക്കാൻ പാടില്ല എന്ന് അവനോട് ആദ്യം പഠിപ്പിക്കുകയോ അങ്ങനെ നടക്കാതെ അവന്റെ ജീവിതം ചിട്ടപ്പെടുത്തുകയും ചെയ്തിട്ടാണ് സമൂഹത്തിനോട് സംവദിക്കാൻ ഇറങ്ങുന്നത്. ഇവിടെ നമ്മളൊരു സമ്മേളനം സംഘടിപ്പിച്ചിട്ട്, ഇവിടെ ഒരു സമ്മേളനം ഒരുമിച്ച് കൂടിയിട്ട് ഇവിടെ കൊടുത്തു മറിച്ച് ഉഴുതു മറിച്ചു കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ രംഗത്തേക്ക് ആ ചെറുപ്പക്കാരെ ഇറക്കി വിട്ടിട്ട് ഇന്ന പാർട്ടിക്ക് വേണ്ടി വോട്ട് പിടിക്കണമെന്ന് പറയാനല്ല നമുക്ക് വേണ്ടത് പ്രിയപ്പെട്ടവരെ. പിന്നെ ഇവിടുത്തെ ചെറുപ്പക്കാരോട് നമുക്ക് പറയാൻ എന്താണുള്ളത്? അവന്റെ കയ്യിലിരിക്കുന്ന ആൻഡ്രോയിഡ് ഫോണിലൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന അശ്ലീല ചിത്രങ്ങൾ കാണുമ്പോൾ അരുതുമോനെ എന്ന് പറയാനാണ് SSFകാരൻ പഠിപ്പിക്കുന്നത്. അരുതി എന്ന് പറയാനുള്ള തിരുത്തിന്റെ പാഠമാണ് SSFകാരൻ പഠിപ്പിക്കുന്നത്. അവിടെ നമുക്ക് വോട്ടിന്റെ ചോദ്യമില്ല. എന്തേ ഇവിടുത്തെ ഏത് ജാതിയും ഏത് മതവും ഏത് വർണ്ണവും ഏത് വർഗവും ഏത് ചിന്താഗതിയും ഏത് തരത്തിലുള്ള ആളുകളാണെങ്കിലും മനുഷ്യന് മനുഷ്യനായി കാണണം മോനെ എന്ന് പഠിപ്പിക്കുവാനാണ് SSFകാരൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അതിനാണ് തിരുത്തെഴുത്തിന്റെ പാഠവുമായി കുടുംബങ്ങളിലേക്ക് ഇറങ്ങിയിട്ട് വിദ്യാർത്ഥിനികളെ വിളിച്ചിട്ട്, മക്കളെ നമുക്ക് ചുറ്റും ചതിക്കുഴികൾ ഒളിഞ്ഞിരിപ്പുണ്ട്, ആ ചതിക്കുഴികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് അവരോട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നത്. എന്റെ സംസാരം ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ നമ്മുടെ നാട്ടിലെത്തിക്കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചെറുപ്പക്കാർ ഇത്തരത്തിൽ ഇറങ്ങിയിട്ട് നമ്മുടെ നാടുകളിൽ പ്രവർത്തന മണ്ഡലങ്ങൾ സജീവമാക്കുമ്പോൾ അവർക്ക് വേണ്ട പിന്തുണയാണ് നമുക്ക് കൊടുക്കേണ്ടത്. കാരണം എന്തെന്നറിയുമോ? അവരുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണുകളിൽ എങ്ങനെയാണ് റീചാർജ് ചെയ്യുന്നതെന്ന് അന്വേഷിച്ചിറങ്ങുമ്പോ നമുക്ക് കാണാൻ കഴിയും. ഈ അടുത്ത സമയത്ത് ശങ്കരമംഗലം സ്കൂളിന്റെ ഗ്രൗണ്ടിൽ നിന്ന് കഞ്ചാവ് ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നുണ്ടോ എന്നറിഞ്ഞിട്ട് ചില മാതാപിതാക്കൾ കൊടുത്ത വിവരമനുസരിച്ച് അവിടുത്തെ സ്കൂളിന്റെ ബാക്ക് ഭാഗത്തേക്ക് തിരച്ചിൽ നടത്തിയ പോലീസുകാരും നാട്ടുകാരും കണ്ട കാഴ്ച, ആ സ്കൂളിന്റെ പിന്നിലുള്ള ഒരു പൊന്തക്കാട്ടിലേക്ക് ചെറിയ ഒരു ഊടുവഴിയുണ്ട്. പെറ്റൊരാൾ നോക്കിയാൽ അവിടെ കാൽപെരുമാറ്റത്തിന്റെ അടയാളങ്ങളില്ല. ആ ഊടുവഴിയിലൂടെ ഇറങ്ങി ചെല്ലുമ്പോൾ കാണുന്നത് ഒരു വിശാലമായ സ്ഥലമാണ്. ഒരു 10-15 ആളുകൾക്ക് നല്ല കാറ്റ് കൊണ്ടിരുന്നിട്ട് കഞ്ചാവ് വലിക്കാനും അശ്ലീല പ്രവർത്തനങ്ങൾക്കുമുള്ള സാഹചര്യം അവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിനുവേണ്ടി ഒരു ലോബി അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ നിന്നാണ് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത്. എന്നിട്ടോ ചെറുപ്പക്കാരെ വിളിച്ചിട്ട്, മോനെ 150 രൂപ നിനക്ക് തരാം, ഞങ്ങൾ തരുന്ന അഡ്രസ്സിൽ ചില പൊതികൾ ഇന്ന സ്ഥലത്ത് കൊണ്ടു കൊടുക്കാമോ എന്ന് ആ ചെറുപ്പക്കാരോട് ആ കഞ്ചാവിന്റെ ഡിസ്ട്രിബ്യൂട്ട് നടത്തുന്ന ആളുകൾ പറഞ്ഞിട്ട് അവരെ കൊണ്ടുപോയി അതിന്റെ അടിമകളാക്കുകയോ, 4 തവണ കൊണ്ടുപോകുന്ന ചെറുപ്പക്കാരൻ വിചാരിക്കുന്ന ഞാൻ എന്തുകൊണ്ട് ഇതൊന്ന് വലിച്ചുകൂടാ. അങ്ങനെ വലിച്ചു നോക്കിയിട്ട് എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, എന്റെയും നിങ്ങളുടെയും മക്കള് കഞ്ചാവിന്റെ അടിമകളാകുമ്പോ, കഞ്ചാവിന് അടിമപ്പെട്ടുകൊണ്ട്, മയക്കുമരുന്നിന് അടിമപ്പെട്ടുകൊണ്ട്, കള്ളിന് അടിമപ്പെട്ടുകൊണ്ട് എന്റെയും നിങ്ങളെയും പ്രിയപ്പെട്ട മക്കള് ഈ
ലോകത്ത് ചോദ്യചിഹ്നമായി ജീവിച്ച് അവസാനം ആർക്കും വേണ്ടാത്ത ജീവച്ചവങ്ങളായി ലോകത്തോട് വിട പറയുന്ന അന്തരീക്ഷം നമ്മുടെ നാടുകളിൽ ഉണ്ടാകാതിരിക്കാൻ, നമ്മുടെ വീടുകളിൽ ഉണ്ടാകാതിരിക്കാൻ പെരുമ്പാവൂരിൽ ഒരു ജിസ എന്ന പെണ്ണിനെ വീട്ടിൽ കയറിയിട്ട് എത്രയോ വെട്ടുകളും കുത്തുകളും കൊടുത്ത് ജനനേന്ദ്രിയത്തിലൂടെ കമ്പിയടിച്ച് കയറ്റിയിട്ട് കൊന്നുകളഞ്ഞുവെങ്കിൽ വീട്ടിലടങ്ങി ഒതുങ്ങി താമസിച്ച പെണ്ണിനെയാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ പെരുമ്പാവൂരിലേക്ക് ഇവിടുന്ന് ദൂരം അധികമില്ല. എന്റെ വീട്ടിലേക്കും ഇവര് കടന്നു വരാൻ സാധ്യതയുണ്ട്, എന്റെ കുടുംബത്തിലേക്കും ഇവര് കയറാൻ സാധ്യതയുണ്ട്. ചാടിപ്പോകുന്ന പെൺമക്കളുടെ കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ 12,000-ത്തിലധികം വരുന്ന പെൺമക്കൾ എന്റെയും നിങ്ങളെയും കുടുംബങ്ങളിലുണ്ടെങ്കിൽ ചില പെൺകുട്ടികൾ ചാടിപ്പോയിട്ട് അവളെ പ്രേമിക്കുന്ന, അവളെ പ്രണയിക്കുന്ന പ്രാണനോ അവനുമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോ രക്ഷിതാക്കൾ അവനെ കുറിച്ച് അന്വേഷിക്കുമ്പോ നാട്ടിലെ നമ്പർ 1 ക്രിമിനലും അതുപോലെ നാട്ടിലെ നമ്പർ 1 കഞ്ചാവ് സേവകനുമാണ്. പക്ഷേ എന്റെയും നിങ്ങളുടെയും പൊന്നുമക്കൾ അവർക്ക് അടിമപ്പെട്ടു പോകുമ്പോ അവർക്ക് മൊബൈൽ ഫോണുകൾ വാങ്ങിക്കൊടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ അവരെ ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോ അവരെ പിടിച്ചു നിർത്താനുള്ള തന്റെ ഇടം എന്റെയും നിങ്ങളുടെയും കയ്യിലില്ലാതെ പോകുന്നത് ഇവരെ കുറിച്ചുള്ള അവബോധം നമുക്കില്ലാത്തത് കൊണ്ടാണ്. ഏത് വഴിയിലാണ് ഇവര് കടന്നു വരുന്നതെന്ന് അറിയാത്തത് കൊണ്ടാണ് നമ്മുടെ നാട് മുഴുവൻ മയങ്ങിക്കിടക്കേണ്ടത് ഇവിടുത്തെ രാഷ്ട്രീയ മേലാളന്മാരുടെ അവരുടെ ആവശ്യമാണ്. കാരണം എന്തെന്നറിയുമോ? ഇവിടുത്തെ വാട്സാപ്പിലും ഫേസ്ബുക്കിലും തലകലിച്ചിരിക്കുന്ന ചെറുപ്പക്കാരുണ്ടല്ലോ, ആ ചെറുപ്പക്കാരെങ്ങാനും ഇറങ്ങി വന്നിട്ട് ഇവിടെ നടക്കുന്ന അനീതിയെ കുറിച്ച് ശബ്ദിച്ചാൽ, ഇവിടെ നടക്കുന്ന അന്ധകാരത്തിനെ കുറിച്ച് ശബ്ദിച്ചാൽ, ഇവിടെ നടക്കുന്ന അഴിമതിയെ കുറിച്ച് ശബ്ദിച്ചാൽ, അതാ നിങ്ങൾ നോക്കൂ, ഡൽഹിയിൽ ഒരു കെജ്രിവാള് ആം ആദ്മി പാർട്ടി രൂപീകരിച്ച് അവിടുത്തെ ജനങ്ങളെ നെഞ്ചേറ്റെടുത്തിട്ട് ആ പാർട്ടി അധികാരത്തിൽ വന്ന് ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുമ്പോ ഇവിടുത്തെ മുത്തശ്ശി പത്രങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുന്നില്ല, ഇവിടുത്തെ കോർപ്പറേറ്റ് മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുന്നില്ല, ഇവിടുത്തെ രാഷ്ട്രീയം അത് ചർച്ച ചെയ്യുന്നില്ല. കാരണം എന്തെന്നറിയുമോ? ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു സമൂഹം, ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു സമൂഹം ഈ നാട്ടിലുണ്ടായാൽ, ഇവിടുത്തെ ചെറുപ്പക്കാർ അനീതിക്കെതിരെ വിരൽ ചൂണ്ടിയാൽ അവൻ ഇവിടെ നാട്ടിലെ വിപ്ലവം ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഇവിടുത്തെ രാഷ്ട്രീയ മേലാളന്മാർ ചിന്തിക്കുകയാണ്. അതുകൊണ്ട് ഇവിടുത്തെ ചെറുപ്പക്കാര് മയങ്ങി കിടക്കേണ്ടവരാണ്, ഇവിടുത്തെ ചെറുപ്പക്കാര് സോഷ്യൽ മീഡിയയിൽ അടയിരിക്കേണ്ടവരാണ്. എന്നാൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പ്രിയപ്പെട്ട ഉപ്പ, നമ്മുടെ മക്കൾ അടങ്ങി കിടക്കേണ്ടവരല്ല. നമ്മുടെ മക്കൾ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ലൈക്കും കമന്റും ഷെയറും ചെയ്തുകൊണ്ടിരിക്കേണ്ടവരല്ല. സത്യത്തിന് വേണ്ടി ഒരു പോരാട്ടം ഇവിടെ നടത്തേണ്ടതുണ്ട്, ധർമ്മത്തിന് വേണ്ടി ഒരു പോരാട്ടം ഇവിടെ നടത്തേണ്ടതുണ്ട്, നീതിക്ക് വേണ്ടി ഒരു പോരാട്ടം ഇവിടെ നടത്തേണ്ടതുണ്ട്. എന്റെയും നിങ്ങളുടെയും അയൽപ്പക്കങ്ങളിൽ ഇനി ഒരു നിർഭയ ഉണ്ടാകാൻ പാടില്ല, ഒരു ജിസയുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾക്കറിയുമോ, പണ്ട് കാലത്ത് നമ്മുടെ നാട്ടില്, നമ്മുടെ വീട്ടില് നമ്മൾ വളർത്തിയിരുന്ന നാടൻ കോഴിയെ ഒരു പരുന്ത് വന്ന് പിടിച്ചാൽ ആ കോഴി ചിറകിട്ടടിച്ചിട്ട് എല്ലാവരെയും ക്ഷണിക്കുമായിരുന്നു, വീട്ടുകാരെ ഉണർത്തുമായിരുന്നു. അവരോടി വന്ന് പരുന്തിനെയും കുറുക്കനെയും ഓടിച്ചു കളയുമെങ്കിൽ ഇന്നത്തെ ബ്രോയിലർ കോഴികളെ പിടിക്കാൻ ചെന്നാൽ അതൊരു ഭാഗത്തേക്ക് ഒതുങ്ങിക്കൂടിയിട്ട് സ്വന്തം രക്ഷ മാത്രം നോക്കിയിട്ട് എന്നെ പിടിക്കരുത്, വേറുള്ളവരെ പിടിച്ചു എന്ന് പറയുന്ന തരത്തിലേക്ക് നമ്മുടെ ചെറുപ്പക്കാരുടെ ചിന്താഗതി മാറിയപ്പോ, സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കുന്ന അവസ്ഥയിലേക്ക് മാറിയപ്പോ, സ്വന്തം മാതാപിതാക്കളെ പോലെ വൃദ്ധസദനങ്ങളിലേക്ക് കൊണ്ടാക്കുന്ന അവസ്ഥ നോക്കിയപ്പോ, പ്രിയപ്പെട്ടവരെ, അടുത്ത് അടൂരിലുള്ള ഒരു ഓൾഡ് ഏജ് ഹോമിൽ ഞങ്ങൾ ചെന്നപ്പോ 24-ൽ പരം വരുന്ന അമ്മമാരവിടെയുണ്ട്. അവരിൽ പലരുടെയും മക്കള് എഞ്ചിനീയർമാരാണ്, ഡോക്ടർമാരാണ്, പോസ്റ്റ് ഗ്രാജുവേഷനാണ്. പക്ഷേ ഞങ്ങൾ അവരെ കണ്ടപ്പോൾ അതാ അവിടുത്തെ ഓൾഡ് ഏജ് ഹോം നല്ല വൃത്തിയായി വെടിപ്പായി സൂക്ഷിച്ചിരിക്കുകയാണ്. അവിടെ ടൈല് പാകിയിട്ടുണ്ട്, തറയോട് നിരത്തിയിട്ടുണ്ട്. അവരുടെ പ്രായത്തിന്റെയും അവരുടെ അസുഖത്തിന്റെയും കാറ്റഗറി തിരിച്ചിട്ട് 24 അമ്മമാരെ അവിടെ കിടത്തിയിട്ടുണ്ട്. ഞങ്ങൾ ചെന്ന് അവിടുത്തെ അധികാരികളോട് സംസാരിച്ച്, അധികാരികളോട് സമ്മതം ചോദിച്ച് ആ അമ്മമാരുടെ സമീപത്തേക്ക് ചെന്നപ്പോ കൃത്യമായ ഇടവേളകളിൽ അവർക്ക് ഭക്ഷണം കിട്ടുന്നു, കൃത്യമായി മരുന്ന് ലഭിക്കുന്നു, നല്ല രൂപത്തിൽ പരിചരണം കൊടുക്കുന്നു. സുഖമാണോ എന്ന് ചോദിച്ചപ്പോ ആ പ്രിയപ്പെട്ട അമ്മമാരുണ്ടല്ലോ, അവര് ഞങ്ങളോട് വിശദീകരിക്കുന്നു,
മക്കളെ, ഞങ്ങൾക്കിവിടെ പരമസുഖമാണ്, ഞങ്ങളെ ശാരീരികമായി സുഖമാണ്. പക്ഷേ ഞങ്ങൾക്കിവിടെയുള്ള ഒരേ ഒരു വിഷമം, ഞങ്ങളെ മക്കൾ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. ചില അമ്മമാര് സ്വന്തം മക്കളാണെന്ന് കരുതിയിട്ട് ഞങ്ങളെ കയറി കെട്ടിപ്പിടിച്ചിട്ട് എന്റെ പൊന്നുമോനെ എന്ന് വിളിക്കുമ്പോ നിങ്ങളെ വയറ്റിൽ പിറന്ന മോനല്ല ഞങ്ങളെന്ന് പറഞ്ഞിട്ട് അവരെ സമാശ്വസിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്റെയും നിങ്ങളെയും മാതാപിതാക്കള് അല്ല, ഞാനും നിങ്ങളും നാളെ ഓൾഡ് ഏജ് ഹോമിലേക്ക് പോകേണ്ടി വരുന്ന അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ടാകാതിരിക്കണമെങ്കിൽ എന്റെയും നിങ്ങളെയും വീട്ടിലുള്ള ചെറുപ്പക്കാർ, എന്റെയും നിങ്ങളെയും വീട്ടിലുള്ള ചെറുപ്പക്കാരികൾ അവര് കണ്ണു തുറന്നിരിക്കേണ്ടതുണ്ട്. ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അവർ കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. ഈ സമൂഹത്തിൽ നടക്കുന്ന തിന്മകൾക്കെതിരെ അവർ ശബ്ദിക്കേണ്ടതുണ്ട്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, സോഷ്യൽ മീഡിയകളിൽ നമ്മൾ ഇടപെടുമ്പോൾ, സോഷ്യൽ മീഡിയകളിൽ നമ്മൾ ലൈക്ക് ചെയ്യുമ്പോ ഷെയർ ചെയ്യുമ്പോ സത്യസന്ധമായ കാര്യമാണോ ലൈക്ക് ചെയ്യുന്നതെന്നോ ഷെയർ ചെയ്യുന്നതെന്ന് അറിയേണ്ടതുണ്ട്. സത്യമല്ലാത്തത് നിന്റെ കൈവിരൽ കൊണ്ട് തൊട്ടുപോയാൽ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, ഒരു കളവ് നീ പ്രചരിപ്പിച്ചാൽ, ഒരു കളവ് നീ പറഞ്ഞാൽ, ആ കളവിന്റെ പേരിൽ നാളെ റബ്ബിന്റെ മുന്നിൽ നീ സമാധാനം പറയേണ്ടി വരും. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയട്ടെ, ആ കോഴിക്കോടോ മലപ്പുറത്തോ ഒരു പെണ്ണ് ഒളിച്ചോടിപ്പോയാൽ അവര് ഫോട്ടോ സഹിതം നിന്റെ വാട്സാപ്പിലും ഫേസ്ബുക്കിലും വരുമ്പോ ഈ സമുദായത്തിലെ കാക്ക കാരണവന്മാർക്ക്, ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് അതിലേക്ക് കമന്റ് എഴുതിയിട്ട് പരസ്പരം പ്രചരിപ്പിച്ച് പോകല്ല മോനെ. ആ പെണ്ണിന്റെ മുഖം നിനക്ക് കാണുന്നത് ഹറാമാണെന്ന് ചിന്തിക്കുന്നിടത്തേക്ക് ചെറുപ്പക്കാരൻ മാറിയാൽ, അവന്റെ ധാർമ്മികത ഉണർന്നാൽ, ആ ഇറങ്ങിപ്പോയ പെണ്ണിനെ കെട്ടാനിരുന്ന ചെറുപ്പക്കാരൻ ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്ന് പെണ്ണ് കെട്ടി എന്ന് പറഞ്ഞിട്ട് ആ പെണ്ണിന്റെ ഫോട്ടോയും ലൈക്ക് ചെയ്താൽ, ഷെയർ ചെയ്താൽ, മോനെ അത് നിനക്ക് പറ്റിയതല്ല, അത് നിനക്ക് അനുവദനീയമല്ല എന്ന് മനസ്സിലാക്കുന്നിടത്തേക്ക് നമ്മുടെ ചെറുപ്പക്കാരുടെ ചിന്തകൾ കടന്നു വരേണ്ടതുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കുരങ്ങന്മാരുടെ സ്വഭാവമാകാൻ പാടില്ല. പാശ്ചാത്യ പടിഞ്ഞാറിന്റെ സംസ്കാരങ്ങളെ എന്റെയും നിങ്ങളെയും വീട്ടിന്റെ ഉള്ളിലേക്ക് കയറ്റിയപ്പോ, എന്റെയും നിങ്ങളുടെയും പാന്റിന്റെയും ഉടുപ്പിന്റെയും തോളിലേക്ക് കയറ്റിയപ്പോ, എന്റെയും നിങ്ങളുടെയും ഹെയർ സ്റ്റൈൽ അതായി മാറിയപ്പോ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്ക് നഷ്ടമായി പോയത് സയ്യിദുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംസ്കാരമാണ്. ഇവിടെ ഏത് പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് പറയുന്നില്ല. കൂട്ടത്തിലൊരു കാര്യം ഞാൻ പറയട്ടെയോ, ഖായിദുസ്സമാൻ കാന്തപുരം ഉസ്താദ് ഈ സമൂഹത്തിന് വേണ്ടി ധാരാളം കാര്യങ്ങൾ ചെയ്യുമ്പോൾ വാട്സാപ്പിലും ഫേസ്ബുക്കിലും കൂടി നമ്മൾ ഷെയർ ചെയ്യുന്ന കാര്യങ്ങള്, നാം ലൈക്ക് ചെയ്യുന്ന കാര്യങ്ങള് ചിന്തിച്ചു നോക്ക് ചെറുപ്പക്കാരാ. ബഹുമാനപ്പെട്ട ഉസ്താദ് അവர்கள் ധാരാളം കാര്യങ്ങൾ ഇവിടെ ചെയ്യുമ്പോ, അതുപോലെയുള്ള ആലിമീങ്ങൾ ഇവിടെ ചെയ്യുമ്പോ, അവർക്കെതിരെ നിന്റെ ഒരു വിരലെങ്ങാനും ഞെടിഞ്ഞു പോയാ, ഒരക്ഷരം നീ മിണ്ടിപ്പോയാൽ മോനെ നീ സമാധാനം പറയേണ്ടി വരും. ഇനി ആരെങ്കിലും ഏതെങ്കിലും ഒളിച്ചോട്ടം നടത്തിയെങ്കിൽ, അത് നീ പ്രചരിപ്പിക്കുന്നുവെങ്കിൽ, അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചതറിയുമോ? നിന്റെ ഒരു കൂട്ടുകാരന്റെ, നിന്റെ സഹോദരന്റെ ഒരു മോശത്തരത്തിനെ മറച്ചു വെച്ചാൽ, നിന്റെ മോശത്തരത്തിന് ഖിയാമത്ത് നാളിൽ ആരോരുമില്ലാത്ത സമയത്തിന് അള്ളാഹു മറച്ചു വെക്കുമെന്ന് വിശുദ്ധ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുമ്പോ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, സോഷ്യൽ മീഡിയയിൽ ഇടപെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച പാതയിൽ നീങ്ങുന്ന ആലിമീങ്ങളെ കുറ്റം പറയാൻ ആരെങ്കിലും കാവി മൗലാനമാരെന്ന് വിളിച്ചിട്ട് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ മെക്കിട്ട് കയറിയാൽ, നിങ്ങൾക്കറിയുമോ, മണ്ണാർക്കാട് നമ്മളെ രണ്ട് ചെറുപ്പക്കാരായ SIS-ന്റെയും SSF-ന്റെയും പ്രവർത്തകന്മാരെ അതിക്രൂരമായി കൊലപ്പെടുത്തിയപ്പോ, TP ചന്ദ്രശേഖരന്റെ കൊല ഈ
ഈ നാട് മുഴുവനും ചർച്ച ചെയ്തപ്പോ അതിനേക്കാൾ അതിക്രൂരമായി ഒരേ വീട്ടിലെ 2 മക്കളെ കൊന്നു തള്ളിയപ്പോൾ ഈ പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്ന ഖായിദുസ്സമാൻ കാന്തപുരം ഉസ്താദ് ഉണ്ടല്ലോ, ഉസ്താദ് അവരൊന്നും ഒരു വിരലങ്ങ് ഞൊടിച്ചിരുന്നുവെങ്കിൽ ഈ പ്രവർത്തകന്മാരെ കൊന്നവരെ പാഠം പഠിപ്പിക്കുവാൻ ഒരു വിരലങ്ങ് ഞൊടിച്ചിരുന്നുവെങ്കിൽ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ അതിന് കാരണമായവന്റെ കബന്ധങ്ങൾ നിരക്കുമായിരുന്നു. പക്ഷേ ഉസ്താദ് അപ്പോൾ സംയമനം പാലിച്ചു. ആസന്നമായ തിരഞ്ഞെടുപ്പ് വന്നപ്പോ അവരെ സഹായിച്ച ആളുകളെ തോൽപ്പിക്കണമെന്ന് പരസ്യമായി ഉസ്താദ് പ്രഖ്യാപിച്ചു. ആ സ്ഥലത്ത് മാത്രം ഇക്കാര്യമാണ് ഉസ്താദ് പറഞ്ഞത്. അതിന്റെ പേരിൽ മഹാനായ ഉസ്താദ് അവരുകളെ രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞു കുറ്റം പറഞ്ഞാൽ, രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞു കുറ്റം പറഞ്ഞാൽ പ്രിയപ്പെട്ടവര് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവര് രാഷ്ട്രീയം പറഞ്ഞിറങ്ങുന്ന ആളുകളുണ്ട്. ഉസ്താദ് പള്ളി വെക്കുമ്പോ ആ പൈസ കൊണ്ട് പെണ്ണിന് കിട്ടിച്ചുകൂടെ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഈ നാട്ടിലെത്തി മക്കളെ സംരക്ഷിച്ചുകൂടെ എന്ന് ചോദിക്കുന്നവരുണ്ട്. ബാബരി മസ്ജിദ് തകർത്തു എന്ന പേര് പറഞ്ഞ് മുതലക്കണ്ണീരൊടുക്കിയിട്ട് എന്റെയും നിങ്ങളുടെയും ജുമാ നിസ്കാരത്തിന് ശേഷം പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ പാട്ടപ്പിരിവ് നടത്തിയവരുണ്ട്. വൈകാരികമായി ചെറുപ്പക്കാരെ ഇളക്കി വിട്ടവരുണ്ട്. ഗുജറാത്തിൽ കലാപം നിറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇവിടെ സംഘടന രൂപീകരിച്ചവരുണ്ട്. ക്യാമ്പുകൾ നടത്തിയവരുണ്ട്. അവരോട് ഈ മുസ്ലിം സമുദായത്തിന് ചോദിക്കാനുള്ളത്, കേരളീയ സമൂഹത്തിന് ചോദിക്കാനുള്ളത്, കാന്തപുരം ഇവിടെ കൊന്നും കൊലവിളിച്ചും പറഞ്ഞവരെ തിരിച്ചു കൊല്ലാൻ പറയാതിരുന്നതാണോ കാന്തപുരത്തിന്റെ തെറ്റ്? ആ കൊന്നവരെ കുടുംബത്തിൽ കയറിയിട്ട് നിരപരാധികളായ പെൺകുട്ടികളെയും ആ കുടുംബത്തിന്റെ സ്ഥാപന സംഗമ വസ്തുക്കളെയും അപഹരിക്കാൻ കാന്തപുരം പറയാതിരുന്നതാണോ തെറ്റ്? അതേ സമയത്ത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് കാരണക്കാരായവരെ ഇലക്ഷനിൽ തോൽപ്പിക്കണം എന്ന് പറഞ്ഞതാണോ തെറ്റ്? ഉസ്താദിനെ ട്രോളിലൂടെ അപഹരിക്കുവാനും അപഹാസ്യപ്പെടുത്തുവാനും ചിന്തിക്കുന്നവർ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്ത് തോന്നിയവാസവും ആർക്കും പറയാമെന്നല്ല, ഇവിടെ എല്ലാവർക്കും നിരൂപണം നടത്താനുള്ള അവകാശമുണ്ട്. ഇന്ന് വാട്സപ്പിലും ഫേസ്ബുക്കിലും കയറിയാൽ അതേ MDA നമുക്ക് നിരൂപണം നടത്താം. ഖലീൽ ജിബ്രാൻ പറഞ്ഞതിന് നിരൂപണം നടത്താം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ എഴുത്ത് ശരിയായില്ല എന്ന് നമുക്ക് പറയാം. മുഖ്യമന്ത്രി പറഞ്ഞത് തെറ്റായി പോയി എന്ന് പറയാം. നരേന്ദ്രമോദി പറഞ്ഞത് മോശമായി പോയി എന്ന് പറയാം. പക്ഷേ പറയുന്ന ചെറുപ്പക്കാരാ, ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത് എന്താണെന്നറിയുമോ? പറയുന്നത് ആരെ കുറിച്ചാണെന്നറിയുമോ? നിന്നെ വിരലൊന്ന് ഞെക്കുമ്പോഴാണ് നീ ചെയ്യുന്നതെങ്കിൽ, നീ പറയുന്നതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നാം പറഞ്ഞതും ചെയ്തതുമെല്ലാം, ഞാൻ ചെയ്തതും എഴുതിയതുമെല്ലാം അവിടുന്ന് രേഖപ്പെടുത്താത്തതൊന്നുമില്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. സർവ്വതും ചോദ്യപ്പെടുന്ന സമയമുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമുക്ക് മാറ്റത്തിന്റെ വാറ്റൽ ഇവിടെ മുഴുക്കേണ്ടതുണ്ട്. തിരുത്തെടുത്തിന്റെ പാഠം ഇവിടെ വരേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരത് ചെയ്തപ്പോ ഇതിനെതിരെ ശബ്ദിക്കുന്ന ആളുകൾ, ഉസ്താദുകൾ ഡൽഹിയിൽ പോയിട്ട് സൂഫി സമ്മേളനത്തിന് പങ്കെടുത്തപ്പോ പിറ്റേന്നിറങ്ങിയ മൗദൂദിയൻ പത്രത്തിന്റെ ഫ്രണ്ടില്, തേജസ് എന്ന പത്രത്തിന്റെ ഫ്രണ്ടില് കാവ്യ മൗലാന എന്ന് പറഞ്ഞ് ഹെഡിങ് കൊടുത്തപ്പോ പറയാതിരിക്കാൻ കഴിയുമോ? ഇവർക്ക് എന്ത് സൂഫിസം അറിയാം? ഇവിടുത്തെ വഹാബികൾ സൂഫിസത്തിനെതിരെ സംസാരിച്ചപ്പോ പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചക്കെന്ത് കാര്യമാണ്? വഹാബിസത്തിനും സൂഫിസത്തിനും തമ്മിൽ എന്ത് ബന്ധമാണ്? അവരെന്തിനാണ് ഇത് ചർച്ച ചെയ്യുന്നത്? എന്നാൽ നിങ്ങൾക്കറിയുമോ, ചരിത്രത്തിന്റെ നിയോഗം നിങ്ങൾ കണ്ടോ? അവർ ഈ പറഞ്ഞതിന്റെ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടായിരുന്നോ? 2 ദിവസം കഴിഞ്ഞ് സൗദി അറേബ്യയിലേക്ക് നരേന്ദ്രമോദി കടന്നു ചെന്നപ്പോ മോഡിയെ മർഹബ അഖിലം വസഖില എന്ന ഇവിടുത്തെ വെള്ളിമാടുകുന്നിലെ മാധ്യമ പത്രക്കാരൻ മർഹബ പറഞ്ഞ് സ്വീകരിച്ചില്ലേ? കഴിഞ്ഞില്ല. ഈ മാധ്യമ പത്രക്കാരന്റെ എഡിറ്ററായ സി ഹംസ, മാധ്യമത്തിന്റെ എഡിറ്ററായ സി ഹംസ നരേന്ദ്രമോദിയെ കൈപിടിച്ച് അത്യദാനം ചെയ്തില്ലേ? അതുകൊണ്ട് ഈ സമൂഹത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് സമൂഹത്തിനെ തട്ടായി തിരിച്ചിട്ട് ചെറുപ്പക്കാരുടെ വികാരം ഇളക്കി വിടുന്നവർ ചിന്തിച്ചോ? ഗുജറാത്തിന്റെ കലാപത്തിന്റെ പേര് പറഞ്ഞ് അവിടെ കുത്തിയിരിക്കുകയല്ല കാന്തപുരം ചെയ്തത്. ഞങ്ങൾക്ക് പറയാനുണ്ട്, ഗുജറാത്തില് 9 ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ ഉൾപ്പെടെ കാന്തപുരത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. പാവപ്പെട്ട ആളുകൾക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. 25-ൽ പരം വരുന്ന കുടിവെള്ള പദ്ധതി അവിടെ നിർമ്മിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായി 100 കണക്കിന് സ്കൂളുകൾ കാന്തപുരത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. പാവപ്പെട്ട
യതീമുകളെ സംരക്ഷിക്കുന്നുണ്ട്. ഇത് പറയാൻ ധൈര്യമുള്ളവരാരാണുള്ളത്? കാശ്മീരിന്റെ തെരുവോരങ്ങളിലേക്ക് കടന്നു ചെന്നിട്ട് ബോംബെടുത്ത് കൈവച്ച പൊന്നമോന്റെ കയ്യിൽ നിന്ന് ബോംബ് പിടിച്ചു വാങ്ങിയിട്ട് ഇതല്ല മോനെ, ഒരു തിരുത്തെഴുത്തിന്റെ പാഠമുണ്ടെന്ന് പറഞ്ഞിട്ട് കാരന്തൂര് മർക്കസ് സഖാഫത്ത് സുന്നിയിൽ കൊണ്ടുവന്നിട്ട് നീ തീവ്രവാദിയാകരുതെന്ന് പറഞ്ഞതാണോ കാന്തപുരം ഉസ്താദ് ഇവിടെ ചെയ്ത തെറ്റ്? ഇവിടുത്തെ മീഡിയകളിൽ കയറിയിരുന്നു കൊണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ ഉസ്താദിനെ തെറി പറയുന്നവർ, സമത്വത്തിന്റെ പേരിൽ ഉസ്താദിനെ സ്ത്രീയും പുരുഷനും സമമല്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ ക്രൂശിച്ച ആളുകൾ എവിടെ പോയി? ആസന്നമായ തെരഞ്ഞെടുപ്പിൽ എവിടെ 50% സ്ത്രീകൾ? എവിടെ? എത്ര മണ്ഡലത്തിലാണ് ഇവിടുത്തെ മുഖ്യധാര പാർട്ടികൾ അവിടെ സ്ത്രീകളെ മത്സരിപ്പിക്കുന്നത്? ഉസ്താദിന്റെ അഭിപ്രായങ്ങളെ പേണമെറിഞ്ഞുകൊണ്ട് ഇല്ലായ്മ ചെയ്യുവാനും അവഹേളിക്കുവാനും ശ്രമിച്ചവർ എവിടെ പോയെന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇവിടെ ഉണർന്നിരുന്ന് പ്രവർത്തിക്കേണ്ട ചെറുപ്പക്കാരാ, മുസ്ലിം ചെറുപ്പക്കാരാ, നമുക്ക് ഉണർന്നിരുന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പാതയിൽ നീങ്ങണം. എന്റെയും നിങ്ങളുടെയും ഹെയർ സ്റ്റൈൽ അങ്ങനെയാകണം, എന്റെയും നിങ്ങളുടെയും വസ്ത്രത്തിന്റെ രൂപം അങ്ങനെയാകണം, രീതി അങ്ങനെയാകണം. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, അറിയുമോ നമുക്ക് മദ്യത്തിന്റെയും മദിരാശിയുടെയും മയക്കുമരുന്നിന്റെയും പിന്നാലെ പോകാൻ പാടില്ല. കാരണം എന്തെന്നറിയുമോ? ഇടുക്കി ജില്ലയിലെ ഏലപ്പാറയിൽ ഗുഡ് ഹോംസ് എന്ന് പറയുന്ന റീഹാബിലിറ്റേഷൻ സെന്ററിൽ ഞങ്ങൾ എസ്എസ്എഫിന്റെ ചില പ്രതിനിധികൾ കടന്നു ചെന്നപ്പോ ബഹുമാനപ്പെട്ട സഖിൻ സജൗഹരി ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ അവിടെ കടന്നു ചെന്നപ്പോ 25 ഏക്കർ വരുന്ന വലിയ വിസ്തൃതമായ ഒരു സ്ഥലത്ത് അതാ ഒരു വലിയ സ്ഥാപനം നിൽക്കുന്നു. ഞങ്ങൾ അവിടെ ചെന്ന് നോക്കുമ്പോ നല്ല 6 പാക്ക് ബോഡിയുള്ളവർ, നല്ല ആഢ്യത്വമുള്ള കുടുംബത്തിൽ പിറന്നവർ, നല്ല ആണത്വമുള്ള ചെറുപ്പക്കാർ അവരെ അവിടെ പാർപ്പിച്ചിരിക്കുകയാണോ. അതിന്റെ മേലധികാരിയായ ഫാദർ വിനോദ് പ്രാക്കലിനെ ഞങ്ങൾ വിളിച്ചിരുത്തിയിട്ട് ചോദിച്ചോ എന്താണ് ഇവരുടെ പ്രശ്നമെന്ന് ചോദിച്ചപ്പോ ഇവിടുത്തെ മെന്റൽ ഹോസ്പിറ്റലിൽ കഴിഞ്ഞിരുന്നവരാണിവർ. എത്രയോ കാലമായി മെന്റൽ ഹോസ്പിറ്റലിൽ കഴിഞ്ഞിരുന്ന ഇവരെ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ട് ഇവരുടെ ഭ്രാന്ത് മാറി എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാൻ വിട്ടു. പക്ഷേ ഇവരുടെ ടെൻഡൻസി മാറുന്നില്ല, ഇവരുടെ രൂപം മാറുന്നില്ല. കാരണം എന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ ഇവരുടെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം കാണുമ്പോ വീട്ടുകാര് വിചാരിച്ചു പോകുന്നു ഇവർക്ക് വീണ്ടും ഭ്രാന്തായോ. സ്വാഭാവികമായി വീട്ടുകാർ ഇവരോട് ഒരു സോഫ്റ്റ് കോൺ കാണിക്കുമ്പോ ഇവരോടൊരു ഭ്രാന്തനോട് അല്ലെങ്കിൽ ഒരു സുഖമില്ലാത്തവരോട് എങ്ങനെയാണ് പെരുമാറുന്നത്? അവനെ വഴക്ക് പറയാതിരുന്നത് കൊണ്ട്, അവൻ ചെയ്യുന്ന പ്രശ്നങ്ങൾക്ക് അബദ്ധങ്ങൾക്ക് അവനെ കുറ്റപ്പെടുത്താതിരുന്നത് കൊണ്ട്, അവനൊരു 5 മിനിറ്റ് കുളിമുറിയിൽ കയറി താമസിച്ചാൽ എന്ത് പറ്റി എന്ന് ചോദിച്ച് കുളിമുറിയിൽ മുട്ടുമ്പോ ഇവൻ വീണ്ടും ഭ്രാന്തനായോ എന്ന് വീട്ടുകാര് ചിന്തിക്കുകയാണോ? അവനും ചിന്തിക്കുന്നു എനിക്ക് വീണ്ടും ഭ്രാന്തായോ. അങ്ങനെ പറഞ്ഞ ഫാദർ പറയുന്നു ഒരാൾക്ക് ഒരിക്കലും ഭ്രാന്ത് വന്നു പോയാൽ പിന്നെ ജീവിതത്തിൽ അവന് ഭ്രാന്തൻ എന്ന പേര് മാറില്ല. ആ ഭ്രാന്തന്റെ ടെൻഡൻസി, ആ മാനസികാവസ്ഥ അവനിക്ക് മാറുകയില്ലെന്ന് അയാള് പറഞ്ഞു. യാതൊരു അക്രമവും കാണിക്കാത്ത ആളുകളാണ് ഇവിടെ പാർപ്പിച്ചിരിക്കുന്നവർ. പക്ഷേ അവർക്ക് വീട്ടിലേക്ക് പോകാൻ കഴിയുന്നില്ല. ഞങ്ങൾ ചോദിച്ചു ഫാദറോ എന്താണ് ഇവർക്ക് ഭ്രാന്ത് വരാനുള്ള കാരണമെന്ന് ചോദിച്ചപ്പോ ആ ഫാദർ ഞങ്ങളോട് പറഞ്ഞ മറുപടി, എന്റെ പ്രിയപ്പെട്ട ഉപ്പ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ചെറുപ്പക്കാരാ, ഏതെങ്കിലും തരത്തിലുള്ള ലഹരി ഉപയോഗിച്ച് പോയിട്ടുണ്ടെങ്കിൽ വലിച്ചെറിയേണ്ടതാണ് കേട്ടോ. അയാൾ പറയുന്നു 70% ആളുകൾക്ക് ഭ്രാന്തന്മാരായി പോയതോ അവര് കള്ളു കുടിച്ചത് കൊണ്ടാ, അവര് കഞ്ചാവ് വലിച്ചത് കൊണ്ടാ, അവര് ഹെറോയിൻ ഉപയോഗിച്ചത് കൊണ്ടാ, അവര് പശയടിച്ചത് കൊണ്ടാ, അവര് ലഹരികൾക്ക് അടിമപ്പെട്ടു പോയത് കൊണ്ടാണ് 70% ആളുകളും അതാ ഭ്രാന്തന്മാരായി പോയതെന്നവര് പറയുമ്പോ കണ്ണൂരുകാരൻ മനുവിനെ ഞങ്ങൾ കണ്ടു, ആലപ്പുഴക്കാരനായ ഒരു ബാബുവിനെ ഞങ്ങൾ കണ്ടു. ബാബു ഞങ്ങളോട് പറയുന്നു ഞാൻ വലിയ കുലത്തിൽ പിറന്നവനാ, തറവാട്ടിൽ പിറന്നവനാ, നാട്ടിലൊരു പ്രശ്നമുണ്ടാകുമ്പോ ഇടപെടുന്നയാളാ, എന്റെ വീട്ടിലും മദ്യത്തേക്ക് വരുന്നതാ, പക്ഷേ എന്റെ നില തെറ്റിപ്പോയെന്ന് അയാൾ തന്നെ സ്വന്തം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമ്മുടെ സമൂഹത്തിൽ നിന്ന് ലഹരിയുടെ ഉപയോഗത്തിനെ മാറ്റാൻ ഞാൻ പോകുന്ന ക്യാമ്പസിൽ ആരെങ്കിലും ഉപയോഗിക്കുമ്പോൾ, ഏതെങ്കിലും ഒരു പാർട്ടിക്ക്
വീട്ടിലേക്ക് പോകുമ്പോ അളിയ ഒരു 2 പെഗ്ഗടിക്കാമെന്ന് എന്നോടും നിങ്ങളോടും പറഞ്ഞാൽ വിസമ്മതിക്കുക. അതാണ് തിരുത്തെഴുത്തിന്റെ മാർഗം. അത് നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്ന് പറയലാണ് തിരുത്തെഴുത്തിന്റെ മാർഗം. മാത്രമല്ല എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, ഞാനും നിങ്ങളും എന്റെയും നിങ്ങളുടെയും അവസാനം നന്നാകണമെങ്കിൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച 4 കാര്യങ്ങളിലൊന്ന് അത്തഹാമുനു ബിസ്സലാ. നിസ്കാരം മോശമായി ചിത്രീകരിക്കുന്നവർ, വേറൊരു പണിയുമില്ലെങ്കിൽ നിസ്കരിക്കാമെന്ന് ആഗ്രഹിക്കുന്നവർ, അതിനെ നിസാരമായി വൽക്കരിക്കുന്നവർ, അതിൽ നിന്നൊരു തിരിച്ചുപോക്ക് നമുക്ക് ആവശ്യമുണ്ട്. വശുറുബുൽ ഖംറ, അന്ത്യം നന്നാകണമെങ്കിൽ കള്ളു കുടിക്കല്ല മോനെ, ചൂത് കളിക്കല്ല മോനെ. ഇത് പറയാനുള്ള ആണത്തമാണ് നമുക്ക് വേണ്ടത്. ഇവിടെ മോശപ്പെട്ട് കിടന്നിട്ട് 3/4 ഇട്ടുകൊണ്ട് തെക്ക് വടക്ക് സവാരി ചെയ്യുന്ന ചെറുപ്പക്കാരനെ പിടിച്ചു നിർത്തിക്കൊണ്ട് കൂട്ടുകാരാ, നീ മുകളിലേക്കെടുത്ത ശ്വാസമുണ്ടല്ലോ, അത് കീപ്പോട്ട് വിടാൻ കഴിയാത്ത ദിവസത്തിൽ നിന്റെ പേര് മയ്യിത്തെന്നാണെന്നോ നമ്മുടെ വീട്ടിലുള്ള ഉമ്മമാരോട് പറഞ്ഞു കൊടുക്കാൻ ഉപ്പമാര് തയ്യാറായാൽ, മക്കളോട് പറഞ്ഞു കൊടുക്കാൻ ഉമ്മമാര് തയ്യാറായാൽ, ഭാര്യയോട് പറഞ്ഞു കൊടുക്കാൻ ഭർത്താക്കന്മാര് തയ്യാറായാൽ, കൂട്ടുകാരോട് പറഞ്ഞു കൊടുക്കാൻ കൂട്ടുകാരൻ തയ്യാറായാൽ, നമ്മുടെ നാട്ടിൽ തിരുത്തെഴുത്തിന്റെ പുതിയ പാഠങ്ങൾ നമുക്ക് രചിക്കാൻ കഴിയും. നമ്മളെ തടഞ്ഞു നിർത്താൻ ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കഴിയില്ല, ഒരാൾക്കും നമ്മെ കഴിയില്ല. പണ്ട് കാലങ്ങളിൽ ഒരു സിനിമ ടാക്കീസിലേക്ക് പോകണമെങ്കിൽ അതാ കരുനാഗപ്പള്ളിയിലെ ഏതെങ്കിലും തിയേറ്ററിൽ പോകുമ്പോ ഒരു മുസ്ലിമല്ലേ പോകുന്നതെന്ന് ചോദിച്ചിട്ട് അതേ തിയേറ്ററിലേക്ക് പോകുന്നതൊരു കുറവായി കണ്ടെങ്കിൽ ഈ ചാഞ്ചമാള് പോലെയുള്ള മാളുകളിൽ അതിന്റെ ഉള്ളിൽ തന്നെ സിനിമാ തിയേറ്ററുകൾ ഉണ്ടാക്കിയപ്പോ പാശ്ചാത്യ പടിഞ്ഞാറ് ചിന്തിച്ച് എങ്ങനെ മുസ്ലിങ്ങളെ തിയേറ്ററിന്റെ ഉള്ളിലേക്ക് കയറ്റാമെന്ന്. ചെറുപ്പക്കാരിയെ ചാഞ്ചമാളിലേക്ക് പോകുമ്പോ അതിന്റെ ഉള്ളിൽ തിയേറ്റർ ഉണ്ട്. പുറത്തു നിന്ന് നോക്കുന്ന ആളുകൾ എന്തോ സാധനം പർച്ചേസ് ചെയ്യാനാണ് പോകുന്നത്. പക്ഷേ അതിന്റെ ഉള്ളിൽ കിടക്കുന്ന ആ ചെറുപ്പക്കാരൻ തിയേറ്ററിൽ പോയപ്പോ അവിടെയുള്ള നടീനടന്മാരെ അനുകരിച്ചപ്പോ നമ്മുടെ സമുദായത്തിന് മോശം വന്നു പോയില്ലേ? അറിയുമോ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക്? ഈജിപ്തിന്റെ ചരിത്രം അറിയുമോ? ലെബനാനിന്റെ ചരിത്രം അറിയുമോ? ലിബിയയുടെ ചരിത്രം അറിയുമോ? സിറിയയുടെ ചരിത്രം അറിയുമോ? മഗ്രിബിന്റെ സമയം കഴിയുമ്പോ സീരിയൽ ഓപ്പൺ ആക്കി വെച്ചുകൊണ്ട് സിനിമ കണ്ടിരിക്കുന്ന ഉമ്മമാരെ നിങ്ങൾക്കറിയുമോ? ഈജിപ്തിന്റെ പ്രാന്ത പ്രദേശങ്ങളിൽ ജീവിച്ചിരുന്ന എന്റെയും നിങ്ങളുടെയും സഹോദരിമാരായ മുസ്ലിങ്ങളോ, ഒരു കാലത്ത് അവര് വലിയ പണക്കാരായിരുന്നു, അവരൊരു കാലത്ത് വലിയ തറവാടിത്തമുള്ളവരായിരുന്നു, കാലുമ്മൽ കാല് കയറ്റിയിട്ട് അവർ TV കണ്ടിരുന്നവരായിരുന്നു, അവരടിച്ചു പൊളിച്ച് നടന്നവരായിരുന്നു, അവർ വലിയ പണക്കാരായിരുന്നു. ഇന്ന് അഭയാർത്ഥിയായിട്ട് മെഡിറ്ററേനിയൻ കടലിടുക്കിലൂടെ ഫൈബർ ബോട്ടിൽ പോകുമ്പോ അത് തകർന്നിട്ട് അതാ കടലിന്റെ കരയിൽ വന്നിരിക്കുന്ന ഐലാൻ കുർദി മലർന്നു വന്ന് കിടക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു തിരിച്ചുപോക്കിന് സമയമായി. അതിനുവേണ്ടി നമ്മൾ മുന്നോട്ട് വരേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് തങ്ങളവർക്ക് അല്ലാഹു തആല ആഫിയത്ത് നൽകട്ടെ. അല്ലാഹു അക്ബർ.